ഫസ്റ്റ് ഓൺ 24 തിരുവനന്തപുരം പാറശാലയിൽ ഇളകി വീണ പാറയ്ക്കിടയിൽ വയോധിക കുടുങ്ങി. പുലർച്ചെ പ്രാഥമിക ആവശ്യങ്ങൾക്കായി പുറത്തിറങ്ങിയപ്പോഴാണ് പാറ പതിച്ചത്. സ്ഥലത്ത് ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട്. ജിബിൻ JB ഉണ്ട് തിരുവനന്തപുരത്തു നിന്നും. ജിബിൻ, എങ്ങനെയാണ് നിലവിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അമലൻ ക്രിസ്റ്റീന, ഇന്ന് രാവിലെയാണ് ഈ അതിദാരുണമായ ഒരു സംഭവം ഉണ്ടാകുന്നത്. പാറശാല പിളക്കവിള എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, അത് ഈ പളുകൽ ഭാഗത്താണ്. അവിടെയാണ് രാവിലെ പ്രാഥമിക ആവശ്യങ്ങൾക്കായി പുറത്തേക്ക് ഇറങ്ങിയ വൃദ്ധയുടെ മേലിൽ ഒരു പാറ കഷ്ണം പതിക്കുന്ന സാഹചര്യം ഉണ്ടായത്. വീടിന് പുറകുവശത്ത് ഒരു പാറ ഇരിപ്പുണ്ടായിരുന്നു. അത്യാവശ്യം വലിപ്പമുള്ള പാറയാണെന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. കനത്ത മഴയാണ് പ്രദേശത്ത് പെയ്തുകൊണ്ടിരുന്നത്. ഇതിന്റെ അകത്ത് ഈ പാറ ഇളകി പുറത്തേക്ക് ഇറങ്ങിയ ഈ വൃദ്ധയുടെ മുകളിലേക്ക് ഈ പാറ പതിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ ഇവർ പാറയ്ക്കടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ശരീരത്തിന്റെ അരയ്ക്ക് താഴോട്ടുള്ള ഭാഗമാണ് പാറയ്ക്കടിയിൽ കുടുങ്ങിക്കിടക്കുന്നത്. ജീവനുണ്ട്, പക്ഷെ ഇപ്പോഴും പോലീസും ഫയർഫോഴ്സും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വലിയ രീതിയിലുള്ള ഒരു മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിന് ഒരു വെല്ലുവിളിയായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഫയർഫോഴ്സ് ഒരു JCB കൂടി സമീപത്തേക്ക് എത്തിച്ചുകൊണ്ട് ഈ വൃദ്ധയെ അതിവേഗ പാറയ്ക്കടിയിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അമൽ, ജിബിനി, വീട്ടമ്മയുടെ ആരോഗ്യനിലയൊക്കെ നിലവിൽ ഇപ്പോൾ എങ്ങനെയാണ്? അമൽ, നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ വൃദ്ധയുടെ അരയ്ക്ക് താഴോട്ടുള്ള ഭാഗമാണ് പാറയ്ക്കടിയിൽ കുടുക്കി കിടക്കുന്നത്. ഇവർക്ക് ഇപ്പോഴും സംസാരിക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. വീടിന്റെ സമീപത്ത് വെച്ചാണ് സംഭവം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ബന്ധുക്കളൊക്കെ അടുത്തുണ്ട്. ഇവരെല്ലാം ചേർന്ന് ഈ വൃദ്ധയോട് സംസാരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ അരയ്ക്ക് കീഴ്പോട്ടുള്ള ഭാഗത്താണ് പാറകഷ്ണം. നല്ല മഴയുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ വൃദ്ധയുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ നിലവിൽ മോശമാണ്. പക്ഷേ പേടിക്കേണ്ട ഒരു സാഹചര്യം ഇല്ലെന്നാണ് ഫയർഫോഴ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇവരെ അതിവേഗം തന്നെ പുറത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ പാറശാല മേഖലയിലും തിരുവനന്തപുരത്തിന്റെ പല മേഖലയിലും അതികഠിനമായ മഴയാണ് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ തുടരെ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കാരണമാണ് ഈ ഒരു രക്ഷാപ്രവർത്തനം താൽക്കാലികമായെങ്കിലും ഒന്ന് ചെറിയ വൈകിയ ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും അതിവേഗം തന്നെ ഈ വൃദ്ധയെ പുറത്തെത്തിക്കുന്നതിന് വേണ്ടി, മറ്റ് അപായങ്ങളൊന്നും ഇല്ലാതെ അതിവേഗം പുറത്തെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ പാറശാല പോലീസും പിന്നീട് പാറശാലയിൽ നിന്ന് ഫയർഫോഴ്സിന്റെ യൂണിറ്റും അങ്ങോട്ടേക്ക് എത്തി. അതിനുശേഷമാണ് അവർക്ക് പാറകഷ്ണം മാറ്റി വൃദ്ധയെ പുറത്തേക്ക് എടുക്കാൻ സാധിക്കാത്തതിന് ഇപ്പോൾ ഒരു JCB കൂടി ഈ പ്രദേശത്തേക്ക് എത്തിക്കുന്നത്. JCB കൂടി ഉപയോഗിച്ച ഈ പാറ കഷ്ണം മാറ്റി അതിന്റെ അടിയിൽ കുടുങ്ങി കിടക്കുന്ന ഈ വൃത്തിയെ പുറത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അമലൻ ക്രിസ്റ്റീന. ജിബിന്, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കാനായിട്ടുണ്ടോ? അവര് എന്താണ് പറയുന്നത്? ക്രിസ്റ്റീന, നമുക്കിപ്പോൾ പാറശാല പോലീസുമായി സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട്. പാറശാല പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇന്ന് രാവിലെയാണ് ഈ ഒരു സംഭവം നടന്നത്. അതായത് പുലർച്ചെ പ്രാഥമിക ആവശ്യങ്ങൾക്കായി പുറത്തേക്ക് ഇറങ്ങിയ ഒരു സ്ത്രീയായിരുന്നു. അവരുടെ മേലാണ് ഈ വീടിന്റെ സമീപത്ത്, വീടിന്റെ പുറകുവശത്തായി ഒരു പാറ ഇരിപ്പുണ്ടായിരുന്നു. ഈ പാറ മഴയത്ത് അതിന്റെ അടിഭാഗം ഇളകി അങ്ങനെയാണ് ഈ വൃദ്ധയുടെ മുകളിലേക്ക് പതിച്ചതെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. പോലീസ് പാർട്ടി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഈ പാറശാല ഫയർഫോഴ്സിനായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ പൂർണ്ണമായി സാധിച്ചിട്ടില്ല. കാരണം അവരിൽ നിന്ന് പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. കാരണം ഈ ഡ്യൂട്ടിയിലുള്ളവരെല്ലാം തന്നെ അങ്ങോട്ടേക്ക് അപകടം നടന്ന പളുകൽ ഭാഗത്തേക്ക് പിളക്കവിള എന്ന് പറയുന്ന ഈ സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മഴയായതുകൊണ്ട് അവർക്ക് ഫോൺ എടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് നമുക്ക് അവരോട് ഡയറക്റ്റ് സംസാരിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഈ സ്റ്റേഷനിൽ നിന്നുള്ളവരും പോലീസ് സ്റ്റേഷനിൽ നിന്നും അതുപോലെ തന്നെ ഫയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്നും ലഭിക്കുന്ന വിവരമനുസരിച്ചാണ് ഇപ്പോൾ ഈ വൃദ്ധ ഇപ്പോഴും പാറയുടെ അടിയിൽ തന്നെ കുടുങ്ങി കിടക്കുകയാണ് എന്നാണ് അവർ പറയുന്നത്. പുറത്തെടുക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ മറ്റ് അപായങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അരയ്ക്ക് താഴേക്കുള്ള ഭാഗമാണ് ഈ പാറയ്ക്കടിയിൽ കുടുങ്ങിക്കിടക്കുന്നത്. പക്ഷേ ആദ്യഘട്ടത്തിൽ അവിടേക്ക് എത്തിയ ഫയർഫോഴ്സിനും നാട്ടുകാർക്കും പോലീസിനും ഒന്നും തന്നെ ഈ പാറ കഷ്ണം മാറ്റാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാറ കഷ്ണമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ പാറ കഷ്ണം മാറ്റുന്നതിന് വേണ്ടി JCB ഉപയോഗിച്ച് പാറ കഷ്ണം മുകളിലേക്ക് മാറ്റി വൃദ്ധ അതിന്റെ അടിയിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ശ്രമങ്ങൾ നടക്കുന്നത്. ശരി, തിരുവനന്തപുരം പാറശാലയിലാണ് വൃദ്ധ ഇത്തരത്തിൽ ഇളകി വീണ പാറക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നത്. രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. അവരെ എത്രയും വേഗം തന്നെ പുറത്തെത്തിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.